എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് നീ അടുത്ത് വേണം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ പൈലായ വെളുത്ത ശംഖ് പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങൾ കൂടെ വേണം, നിങ്ങൾ അടുത്ത് വേണം. നിങ്ങളെ മറക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. ആ വ്യക്തിയുടെ ഓരോ ചിന്തയിലും ഓരോ സംസാരത്തിലും ഒക്കെ നിങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ആ വ്യക്തി പറയുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് മറ്റാരോടും തോന്നാത്ത, മറ്റ് ആളുകളോട് ആകർഷണം തോന്നാത്ത കൃത്യമായൊരു സമീപനം ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നു. നിങ്ങളെന്ന് വെച്ചാൽ ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ആ വ്യക്തിക്ക് താല്പര്യമാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ നിറഞ്ഞു നിൽക്കുകയുമാണ്. എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കൃത്യമായ നിലപാടോടുകൂടി, കൃത്യമായ അധികാരത്തോടുകൂടി നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ ഉൾക്കൊള്ളാൻ ആ വ്യക്തി തയ്യാറാകുന്നു. ആ വ്യക്തി ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുകയും നിങ്ങൾക്ക് വേണ്ടി എന്നെന്നും മരണം വരെ നിലപാടെടുക്കുകയും ചെയ്യുന്നു. എപ്പോഴും നിങ്ങൾ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പകരമായി ആരെ കിട്ടിയാലും, നിങ്ങൾക്ക് പകരമായി ആര് വന്നാലും ആ വ്യക്തിക്ക് അതിൽ ഒരു കാര്യവുമില്ല. ആ വ്യക്തി അത് പരിഗണിക്കുക പോലുമില്ല. കാരണം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു നല്ല ജീവിതമാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ വ്യക്തിക്ക് ആഗ്രഹം ഉണ്ടാകുകയാണ്. ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ട്, ജീവിതത്തിൽ ഏറ്റവും കരുതലോടെ മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നിങ്ങൾ മാത്രം മതി, നിങ്ങൾ മാത്രമേ മതിയാകൂ, നിങ്ങളെ മാത്രമേ ഉൾക്കൊള്ളൂ. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്നെന്നും നിലനിൽക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. കൃത്യമായ ഈശ്വര ചൈതന്യത്തോടെ, ഈശ്വര വിശ്വാസത്തോടെ, പോസിറ്റീവ് എനർജിയെ പരമാവധി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈശ്വരൻ നൽകിയ സമ്മാനമാണ് നിങ്ങളെന്ന വ്യക്തി കരുതുകയും ചെയ്യുന്നു. അടുത്തായിട്ട് റോസാ പുഷ്പം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു, നിങ്ങളെ മാത്രം മനസ്സിൽ കരുതി മുന്നോട്ട് പോകുന്നു. നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കൽ പോലും കുറയുന്നില്ല, നിങ്ങളോടുള്ള ഇഷ്ടവും അതുപോലെ തന്നെ. അങ്ങനെ നിങ്ങൾക്കൊപ്പം നിന്ന്, നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും നിങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട്, നിങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ നിങ്ങളോടുള്ള പ്രണയത്തെ തടയാൻ ആർക്കും കഴിയില്ല. ആ വ്യക്തിക്ക് പോലും ആ വ്യക്തിയെ നിങ്ങളെ പ്രണയിക്കാതിരിക്കാൻ കഴിയുന്നില്ല. മനസ്സ് നിറഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുമ്പോൾ, മനസ്സ് നിറഞ്ഞ് നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എത്രയെത്ര പ്രതിസന്ധികൾ, എത്രയെത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് തകരാതെ തളരാതെ നിൽക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എത്രയെത്ര പ്രതിസന്ധികളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായത്, എത്രയെത്ര പ്രശ്നങ്ങളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായത്, അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, അതിനെല്ലാം തച്ചുടച്ചുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ട്, ജീവിതത്തിൽ ഏറ്റവും കൃത്യതയോടെ നിലനിൽക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും ആ വ്യക്തി ജീവിതത്തിൽ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയൊരു വികാരമാണ്, വലിയൊരു ശക്തിയാണ്. നിങ്ങളെ പ്രണയിച്ച്, നിങ്ങളെ ഇഷ്ടപ്പെട്ട്, നിങ്ങളെ കരുതി മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്.
എത്രയെത്ര പ്രതിസന്ധികൾ, എത്രയെത്ര പ്രശ്നങ്ങൾ, എത്ര പ്രതിസന്ധികളും പ്രശ്നങ്ങളും അകപ്പെട്ടാലും നിങ്ങളോടുള്ള പ്രണയം ആ വ്യക്തി കളയുന്നില്ല. ആരൊക്കെ നിങ്ങളോടുള്ള പ്രണയത്തെ കളയണം, നിങ്ങളോടുള്ള പ്രണയമായിട്ട് മുന്നോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞാലും അതൊന്നും ഉൾക്കൊള്ളാനോ ഒന്നും മനസ്സിലാക്കാനോ ഒന്നും ആ വ്യക്തി തയ്യാറല്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളില്ലാതെ മറ്റൊന്നിലേക്കും പോകുവാനോ മറ്റൊന്നിലേക്കും ഇഷ്ടപ്പെടുവാനോ ആ വ്യക്തി കരുതുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. ജീവിതത്തിലുടനീളം നിങ്ങളെന്നുള്ള ചിന്തയിൽ, നിങ്ങളെന്നുള്ള സമീപനത്തിൽ, നിങ്ങളെന്നുള്ള ആഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ മാത്രമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചിന്തയോ ഒരു പ്രതീക്ഷയോ ഒരു സ്വപ്നമോ ആ വ്യക്തിക്കില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.